ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ നാളെ വരാനിരിക്കുന്ന മഴ തോരും മുമ്പേ സീരിയലിൻ്റെ കുറച്ച് പുതിയ വിശേഷങ്ങളൊക്കെ ഒന്ന് കേട്ടാലോ. നമ്മുടെ അലീനയുടെയും അതുപോലെ നമ്മുടെ ബാലചന്ദ്രൻ്റെയും യാത്ര, ബാലചന്ദ്രൻ്റെ ഗോവർദ്ധനുമായിട്ടുള്ള യാത്രയുടെ നമ്മുടെ സ്റ്റാൻലിയെ കണ്ടുമുട്ടുമോ എന്നൊക്കെ ഉള്ളതിൻ്റെ പുതിയ പുതിയ വിശേഷങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. അപ്പം നമ്മുടെ വീഡിയോസ് സ്കിപ്പ് അടിക്കാണ്ടായിട്ടൊന്ന് കേൾക്കുക. അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോടെ വെച്ചോളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഗംഗാധരൻ നമ്മുടെ കൈതക്കൽ മാളിക വീട്ടിലോട്ട് വരെയാണ്. അപ്പം മനു പെട്ടെന്ന് വലിയച്ഛനെ കാണുമ്പോഴത്തേക്ക്, അല്ല ഇതെന്താ പെട്ടെന്ന് പ്രതീക്ഷിക്കാണ്ട് ഒരു മുന്നറിയിപ്പ് പോലും ഇല്ലല്ലോ. ഒന്നുമില്ലടാ, ഞാൻ വെറുതെ ഇങ്ങ് വന്നു. അതെ, ശിവൻ ഇവിടെ ഇല്ലേ? അച്ഛൻ പുറത്തു പോയിരിക്കുകയാണെന്ന് പറഞ്ഞു. ആണോ? ഞാൻ ഇച്ചിരി ഒരു ചെറിയ ഒരു കാര്യം പറയാനായിട്ടും കൂടെ എനിക്ക് ടെൻഷനായിട്ടാണ് മനു വന്നത്. അതെ, കഴിഞ്ഞ ദിവസം ബാലചന്ദ്രൻ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ആരങ്കിളോ? മനു ചോദിച്ചു. അതേന്നേ, നീലഗിരിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം മനുവും പെട്ടെന്ന് ഡിസ്റ്റർബ്ഡ് ആവണ്. അതെന്താ അങ്കിൾ അങ്ങോട്ട് വന്നത്? അങ്കിള് ബാലചന്ദ്രൻ വന്നതിൻ്റെ ഉദ്ദേശം എന്തൊക്കെയാണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ പല ഉദ്ദേശങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ രഞ്ജു പെട്ടെന്ന് വരെയാണ്. അപ്പോൾ രഞ്ജുവിനെ കണ്ടപ്പോഴത്തേക്ക് ഗംഗാധരൻ, എന്തൊക്കെയുണ്ട് മോളെ വിശേഷം? നിൻ്റെ പഠിത്തമൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടോ? ഇപ്പം ലീവാണ് എന്നൊക്കെ പറഞ്ഞു കേട്ടോ രഞ്ജു. പഠിത്തമൊക്കെ കുഴപ്പമില്ല, നന്നായിട്ട് പോവാ വലിയ എന്നൊക്കെ പറഞ്ഞു. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? ഹോസ്റ്റലിൽ നിന്ന് മടുത്തിട്ട് ഇവിടെ വന്ന് ഇച്ചിരി നല്ല വായിക്ക് രുചിയായിട്ട് എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കാമെന്നും പറഞ്ഞ് വന്നതാണ്. അപ്പോഴേക്കും ഇവിടുത്തെ കാര്യം പറയണ്ടല്ലോ. അതെന്താ, നീ നല്ല ഫുഡൊന്നും കഴിച്ചില്ലേ? നിൻ്റെ അമ്മ ഉണ്ടാക്കി തന്നില്ലേ? അമ്മ ഉണ്ടാക്കണ ഫുഡ് വല്യച്ഛൻ എന്നെ പറ്റിയേ? അമ്മയുടെ സ്വഭാവം ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയതാണോ? അപ്പോഴേക്കും നമ്മുടെ കമല വരെയാണ്. എന്താടി എനിക്കുള്ള കുഴപ്പം? അമ്മ ഉണ്ടാക്കണ ഫുഡ്, അമ്മ ഉണ്ടാക്കണ ഫുഡ് അടിപൊളി സൂപ്പറാന്ന് ഞാൻ പറഞ്ഞെന്ന് പറയും കേട്ടോ. പിന്നെ നീ പറഞ്ഞു, അല്ല ഗംഗേട്ടൻ എന്താ പെട്ടെന്ന് മുന്നറിയിപ്പ് ഇല്ലാണ്ട്? ഇല്ല, ഞാൻ വെറുതെ വന്നേന്ന് പറഞ്ഞു. ശിവൻ എങ്ങോട്ട് പോയിക്കാം? അപ്പോൾ ശിവേട്ടൻ ഇങ്ങനെ ആരോഗ്യമൊക്കെ എന്തോ ആവശ്യത്തിനായി പോയിക്കാം. അല്ല, ഹരിയുടെ കാര്യം എന്തെങ്കിലും തീരുമാനമായോ? അപ്പോൾ കമല പറഞ്ഞു, എന്താവാനാ, കയറി ഇറങ്ങാത്ത പടികളില്ല ഗംഗേട്ട. പക്ഷെ ഒരു കാര്യമൊന്നും അങ്ങോട്ട് ആയില്ല. ആകെ ഈ ഒരു മനുഷ്യൻ തന്നെയല്ലേ കയറി ഇറങ്ങണത്. ഇവിടെ ഉള്ളവരാരെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കിയോ? അതിലേക്ക് വേണ്ടിയിട്ടൊന്ന് ഇറങ്ങുകയോ ഓടി ചെയ്യുമോ? ഇല്ലല്ലോ, പിന്നെ എന്താ ചെയ്യണേ? അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മനു പറഞ്ഞു, അത് വലിയച്ഛന് മനസ്സിലായില്ലേ, എനിക്കിട്ടാണ് കുത്തുന്നത്. അതെ, ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യും, ഇല്ലയെന്ന് അമ്മ പറയണ്ട. പക്ഷെ ഞാൻ ചെയ്യേണ്ടത് മാത്രമേ ചെയ്യുള്ളൂ. ആവശ്യമില്ലാത്ത കേസിന് പോയി തലവെച്ച് കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല അമ്മയെന്ന് പറഞ്ഞു കേട്ടോ. നിന്നോട് ഞാൻ ഒന്നും പറഞ്ഞില്ല മനു എന്ന് പറഞ്ഞ് കമല മനുവിൻ്റെ മേലെ തട്ടിക്കയറിയാണ്. അപ്പോഴേക്ക് നമ്മുടെ ഗംഗാധരൻ പറഞ്ഞു, അതെ ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യേണ്ട, ഞാൻ എന്തായാലും അമ്മയൊന്ന് കാണട്ടെ പറഞ്ഞിട്ട് നമ്മുടെ സൗദാമിനി അമ്മയുടെ മുറിയിലോട്ട് നമ്മുടെ ഗംഗാധരൻ പോവാണ്. അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ ചോദിച്ച് അങ്ങനെ അവർ ഇരിക്കുകയായിരുന്നു. ഈ സമയം നമ്മുടെ മനു നമ്മുടെ അലീനെ ഒന്ന് വിളിക്കുകയാണ്. അപ്പോൾ വിളിച്ചിട്ട് ചോദിക്കും, അല്ല നിങ്ങൾ അവിടെ നിന്ന് ഇങ്ങ് വന്നായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പം നമ്മുടെ അലീന പറഞ്ഞു, ഇല്ല മനുവേട്ടാ. അതെ, അങ്കിൾ എങ്ങോട്ട് പോകണു എന്ന് പറഞ്ഞിട്ടാണ് പോയെന്ന് ചോദിച്ചു അലീനയുടെ അടുത്ത് മനു. അത് വ്യക്തമായിട്ടൊന്നും എനിക്കറിയില്ല, ഞാൻ മനുവേട്ടൻ്റെ അടുത്ത് പറഞ്ഞില്ലേ, ഞാൻ അവിടെ നിന്ന് പോകണു എന്ന് പറഞ്ഞപ്പോൾ എന്നെ എവിടെയെങ്കിലും സേഫ് ആക്കാനാണോ എന്നറിയില്ല, അച്ഛൻ എന്തൊക്കെയോ പ്ലാനായിട്ടാണ് പോകണം. ഞാൻ അതിനെ ബേസ് ചെയ്ത് സംസാരിച്ച് നോക്കി, പക്ഷേ അച്ഛൻ എനിക്ക് അതിൻ്റെ ഒരു മറുപടിയൊന്നും തന്നില്ല. എന്തായാലും ഗോവർദ്ധൻ അങ്കിളിനെയും കൂട്ടിയാണ് പോയിക്കണത്. പിന്നെ അത് മാത്രമല്ല, ഞങ്ങൾ കഴിഞ്ഞ ദിവസം കൊല്ലത്ത് വെച്ച് അച്ഛനെ കണ്ടു. അപ്പോൾ കൂടെ ഗോവർദ്ധൻ അങ്കിളും ഉണ്ടായിരുന്നു. അപ്പോൾ എന്തിനാന്ന് ചോദിച്ചിട്ടൊന്നും പറഞ്ഞൊന്നുമില്ല. അപ്പം മനു പറഞ്ഞു, ഇവിടെ വലിയച്ഛൻ വന്നിട്ടുണ്ട്, അതായത് ഗംഗാധര വലിയച്ഛൻ വന്നിട്ടുണ്ട്. അപ്പോൾ അലീന ചോദിച്ചു, എന്തേ? അത് അങ്കിള് നീലഗിരിക്ക് ചെന്നായിരുന്നു എന്ന് കഴിഞ്ഞ ദിവസം. അപ്പോൾ അലീന ചോദിച്ചു, അതെന്തിനാ? അപ്പം അലീനയ്ക്കും ചില സംശയങ്ങളൊക്കെ വരെയാണ്, എന്താ ഏതാന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ മനുവേട്ട എന്തിനായിരിക്കും അങ്ങോട്ടേക്ക് പോയത് അച്ഛൻ? എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല എന്നിങ്ങനെ മനുവും പറഞ്ഞു. എന്തൊക്കെയോ മനസ്സിൽ ചില കാൽക്കുലേഷനുമായിട്ടാണ് പോയിക്കുന്നതെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ അലീന പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ മനുവേട്ടൻ്റെ അടുത്ത്, അച്ഛൻ എന്തൊക്കെയോ ചില തീരുമാനങ്ങൾ എടുത്തിട്ട് തന്നെയാണ് നെടുമ്പുരയ്ക്കൽ വീട്ടിൽ നിന്നും ഈ യാത്ര പോയിക്കുന്നത്.
അങ്ങനെ അവർ സംസാരിച്ച് വെക്കാറായപ്പോഴത്തേക്ക് അലീന പറഞ്ഞു, അതെ വലിയച്ഛൻ വന്നിട്ട് അത് എന്തിനാണ് എന്നുള്ള എന്തെങ്കിലും അറിയണമെങ്കിൽ എന്നെ കൂടെ ഒന്ന് വിളിക്കണേ, എനിക്കെന്തോ വല്ലാത്തൊരു ടെൻഷൻ. എന്തിനാ ടെൻഷൻ അടിക്കണേ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നിങ്ങനെ നമ്മുടെ മനു പറയും. എന്നിട്ട് ഫോൺ വെക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ ഗംഗാധരനും സൗദാമിനി അമ്മയെ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. അമ്മ എന്തൊക്കെയുണ്ട്, ഇവിടെ വൈജയം കൂടെ ഉള്ളപ്പോൾ അമ്മയുടെ കാര്യങ്ങൾ നന്നായിട്ട് നോക്കുന്നില്ലേ? നോക്കുന്നുണ്ട്. പിന്നെ നിനക്കെന്നെ പറ്റിയ വൈജയം ഉള്ളതും കണക്കായി ഇല്ലാത്തതും കണക്കാ ആണോ? എന്നിട്ട് ഗംഗാധരൻ ചോദിക്കും, അല്ല അവളെ നെടുമ്പുരയ്ക്കൽ വീട്ടിലോട്ട് അങ്ങോട്ട് പറഞ്ഞു വിടാൻ അമ്മ സംസാരിച്ചില്ലേ അവളോട്? ഓ, സംസാരിക്കാത്തതിൻ്റെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ. എടാ, അവളോട് വല്ലതും പറഞ്ഞ് ജയിക്കണമെങ്കിലേ 10 തലയും 10 നാവും കൊണ്ടിരുന്നാൽ പോലും അവളോട് ജയിക്കാൻ പറ്റില്ല. നിനക്കറിഞ്ഞൂടെ, അവൾ പിടിക്കണ മുയലിന് 3 കൊമ്പ്. ഇപ്പം രാത്രിയാണോ? അല്ല, പകലാണെന്ന് നമ്മൾ സമ്മതിച്ചു കൊടുക്കണം. അതാണ് വൈജ, വളർത്തുദോഷം, അല്ലാണ്ട് എന്ത് പറയാനാ. എന്നാലും അമ്മേ, ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് വീട്ടിൽ ഇരുന്നിട്ട് അത്ര ഒരു സുഖം തോന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വന്നത്. കഴിഞ്ഞ ദിവസം നീലഗിരിയിൽ എന്നെ കാണാനായിട്ട് ബാലചന്ദ്രൻ വന്നിട്ടുണ്ട്. ബാലചന്ദ്രനോ? അതെന്തിനാടാ മോനെ? അത് സ്റ്റാൻലിയെക്കുറിച്ചുള്ള ചില കാര്യങ്ങളൊക്കെ എന്നോട് ചോദിച്ചു. സ്റ്റാൻലിയെക്കുറിച്ചോ? എന്നിട്ടോ? അപ്പോൾ നമ്മുടെ ഗംഗാധരൻ പറഞ്ഞു, എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും പറയേണ്ടതായിട്ട് തന്നെ വന്നമ്മേ. അപ്പോൾ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. എനിക്കൊരു സംശയം ഇത്രയേ ഉള്ളൂ, ഇനിയിപ്പോൾ സ്റ്റാലിനെ ഇവിടെ നിന്ന് പോകണു എന്ന് കേട്ടപ്പോൾ മിക്കവാറും ബാലചന്ദ്രൻ ഇനി സ്റ്റാൻലിയെ കണ്ടുപിടിച്ച് ഇവിടെ വൈജയന്തിയുടെ അടുത്ത് കൊണ്ടുവരുമോ എന്നുള്ളൊരു ആദ്യമുണ്ട്. ഇത് കേട്ടപ്പോൾ സൗദാമിനി അമ്മയ്ക്ക് വല്ലാത്തൊരു ടെൻഷനായി. ഞാൻ എന്തൊക്കെ കാണണം, ഞാൻ എന്തൊക്കെ കേൾക്കേണ്ടി വരും, മരിച്ചാൽ മതിയായിരുന്നു, എന്തിന് എന്നെ ഇങ്ങനെ ഇട്ടേക്കണു എന്നൊക്കെ പറഞ്ഞിട്ട് സൗദാമിനി അമ്മ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടങ്ങ് കരയാണ്. അമ്മ സമാധാനപ്പെടും, നമ്മളെന്തായാലും വരുന്നത് ഫേസ് ചെയ്തല്ലേ പറ്റുള്ളൂ അമ്മേ എന്നിങ്ങനെ പറയും. എന്നിട്ട് സമാധാനിപ്പിച്ചിട്ട് ഗംഗാധരൻ വെളിയിലോട്ട് പോവുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ശിവശങ്കരൻ വന്നു. പിന്നെ മനുവും ശിവശങ്കരനും ഗംഗാധരനും കൂടെ സംസാരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, എന്നെ കാണാൻ വേണ്ടി വന്നു. അവൻ വന്ന് അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എന്തെങ്കിലും ഉദ്ദേശത്തോടു കൂടി തന്നെയായിരിക്കണം വന്നേക്കുന്നതെന്ന്. അപ്പോൾ സ്റ്റാൻലിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് എന്നോട് ചോദിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ ശിവശങ്കരൻ പറഞ്ഞു, മിക്കവാറും ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിലൊന്നും ചെന്ന് എത്തൂല ഗംഗേട്ട, കാര്യങ്ങളാകെ ഒരു ഇതായിട്ടുള്ള ഇതാണ്. വൈജിയാണെങ്കിൽ നമ്മൾ പറയണ ഒരു കാര്യം മനസ്സിലാക്കാനോ കേൾക്കാനോ പോലും അവൾ നിൽക്കില്ല. ഞാൻ പറഞ്ഞു മടുത്തു, ഇനി ഗംഗേട്ടൻ തന്നെ പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ ഗംഗാധരൻ പറഞ്ഞു, അവളോട് എന്തായാലും ഞാൻ സംസാരിക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെ ഇടയിൽ എന്താ വരുന്നതെന്ന്, ഇനി എന്താ സംഭവിക്കാൻ പോണേന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് നേരെ ഗംഗാധരൻ നമ്മുടെ വൈജയുടെ അടുത്ത് ചെല്ലേന്. എന്നിട്ട് വൈജ ഗംഗാധരനെ കണ്ടപ്പോൾ, ഓ, ഗംഗേട്ടൻ കൊണ്ടുവന്ന് അന്ന് ആക്കിയിട്ട് പോയതാ, പിന്നെ ഒരു വിവരമില്ല, ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നൊന്നും തിരക്കാൻ പോലും എനിക്കാരും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് എണ്ണിപ്പിറക്കി കൊണ്ടൊക്കെ ഇരുന്നു കേട്ടോ നമ്മുടെ വൈജ. അപ്പോൾ നമ്മുടെ ഗംഗാധരൻ ചോദിച്ചു, വൈജേ, നീ എന്താണ് ഉദ്ദേശിക്കണത്? നീ ഇവിടെ ഇവിടെ നമ്മുടെ തറവാട് തന്നെയാണ്, എന്നാലും ഇവിടെ നിന്നുകൊണ്ട് നിൻ്റെ മക്കൾ വന്ന് നിൻ്റെ കാല് പിടിക്കും പോലെ നിന്നോട് സംസാരിച്ചു അമ്മ വീട്ടിലോട്ട് വന്ന്, എന്നിട്ട് കൂടി നീ അവരോട് പോകാൻ കൂട്ടാക്കിയില്ല. നീ എന്താ ഉദ്ദേശിക്കണമെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ നമ്മുടെ വൈജയന്തിക്ക് ആങ്ങളന്മാരിൽ ഇച്ചിരി പേടിയൊക്കെ ഉള്ളത് ഗംഗാധരനെയാണ്. കാരണം ഗംഗാധരൻ അതനുസരിച്ച് സംസാരിക്കുകയും ചെയ്യും, അടി കൊടുക്കേണ്ട സ്ഥലത്ത് അടി കൊടുക്കുകയും ചെയ്യും. അത് വൈജയ്ക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ വൈജയന്തി ഗംഗാധരനോട് സംസാരിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഗംഗാധരൻ പറഞ്ഞു, നീ ഒരു കാര്യം എപ്പോഴും ഓർത്തോണം, നീ എടുക്കുന്ന തീരുമാനങ്ങൾ നിനക്ക് ശരിയെന്ന് നിനക്ക് തോന്നും, പക്ഷേ അതിലൊന്നും ഒരു കാര്യമില്ല. നീ എടുത്ത തീരുമാനം പിന്നീട് നീ അത് ഓർത്ത് കരയേണ്ട സാഹചര്യം വരും എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഞാൻ എന്തിനാണ് കരയുന്നത്? പിന്നെ ഗംഗേട്ടൻ പറഞ്ഞതുപോലെ ഞാൻ നെടുമ്പുരയ്ക്കൽ വീട്ടിൽ പോകണം, അവളുള്ള ആ പിശാചുള്ള വീട്ടിൽ ഞാൻ എന്തിനാണ് പോണത്, അതിൻ്റെ ആവശ്യം എനിക്ക് എന്താ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ പിശാചെന്ന് നീ പറയണ അലീന നിന്നോട് എന്ത് തെറ്റാണ് ചെയ്തത്? നിൻ്റെ മക്കളെ കാര്യങ്ങൾ നോക്കുന്നതോ, അവരെ നേർവഴിക്ക് നയിച്ച് അവർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുന്നതോ, അതോ നിൻ്റെ ഭർത്താവിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി ആ വീട്ടിലെ കാര്യങ്ങളും എല്ലാം നോക്കി നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതാണോ അവൾ ചെയ്ത തെറ്റ്? ഇനി നീ അവിടെ പോയി നിന്നിരുന്നാൽ കൂടിയും വൈജേ, നിന്നെ അവൾ നല്ല രീതിയിൽ നോക്കും. അയ്യോ, എനിക്ക് അവളുടെ ഒരു പരിചരണത്തിൻ്റെ ആവശ്യവും ഇല്ല,
അവൾ ആ വീട്ടിലുള്ളിടത്തോളം കാലം ഞാൻ ആ നെടുമ്പുരയ്ക്കൽ വീട്ടിൽ കാല് കുത്തിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഗംഗാധരൻ പറഞ്ഞു, അതെ, നീ നിൻ്റെ തീരുമാനം നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോക്കോ, പക്ഷെ വരുന്ന ഭവിഷ്യത്ത് നേരിടാൻ കൂടെ നീ തയ്യാറായിട്ട് നിന്നോളാൻ പറഞ്ഞു. അപ്പോഴേക്ക് വൈജയന്തി പറഞ്ഞു, എന്ത് ഭവിഷ്യത്ത്, ഇതിനപ്പുറം ഇനി എന്തെനിക്ക് വൈജയന്തി നേരിടാനാ എന്ന രീതിയിലൊക്കെ സംസാരിക്കാൻ കേട്ടോ. ഇതേ സമയം നമ്മുടെ അലീനയ്ക്ക് വല്ലാത്തൊരു ടെൻഷനായിരുന്നു. ഇനിയിപ്പോൾ അച്ഛൻ എങ്ങോട്ടാണ് പോയത്, അച്ഛനെ ഒന്ന് വിളിച്ചു നോക്കിയാലോ. അങ്ങനെ നമ്മുടെ അലീന ബാലചന്ദ്രനെ വിളിക്കുകയാണ്. അപ്പോൾ ചോദിക്കും, അച്ഛനെ എവിടെയാ? അപ്പോൾ പറയും, മോളെ ഞാനൊരു യാത്ര പോവാണ്. എങ്ങോട്ടാണ് അച്ഛൻ പോണത്? അതെ, ചില കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനുണ്ട്. എന്തേ മോളെ, അച്ഛനിപ്പോൾ എവിടെയാ എന്ന് അലീന ചോദിക്കും. അതെ, ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു യാത്ര പോവാണ്, അതിൻ്റെ ചില കാര്യങ്ങളൊക്കെ ആവശ്യത്തിന് വേണ്ടി പോയതാണെന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ മോളെ. അല്ല, അച്ഛനെ എവിടെ, എന്തിനാ പോയത്, അതൊന്നും നീ അറിയണ്ട, അതൊക്കെ ഞാൻ വരുമ്പോൾ ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞ് അലീനയുടെ കോള് പതുക്കെ കട്ട് ചെയ്യണേ. അപ്പോൾ ഗംഗാധരൻ ചോദിക്കും, അല്ല അലീനയാണോ വിളിച്ച ബാലേട്ട? ആ അതെ, അവളാണ് വിളിച്ചത്. ഞാൻ എങ്ങോട്ടാണ് പോണേന്നൊക്കെ അവൾക്ക് അറിയണമെന്ന്. ഞാൻ പറഞ്ഞു, ഇപ്പോൾ എന്തായാലും പറയില്ല, ഞാൻ വരുമ്പം പറയാമെന്ന് പറയും. അപ്പോഴേക്കും നമ്മുടെ ഗോവർദ്ധനൻ ചോദിക്കും, അല്ല ശരിക്കും പറഞ്ഞാൽ ഇതൊരു ബിസിനസ് ടൂർ അല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി ബാലേട്ട. ശരിക്കും നമ്മൾ എന്തിനാണ് പോണത്, എന്താ ഉദ്ദേശിക്കണതൊന്നും എനിക്കൊരു ഐഡിയ കിട്ടില്ല. അപ്പം നമ്മുടെ ബാലേന്ദ്രൻ പറഞ്ഞു, അതെ ഇനിയിപ്പം ഏതാനും കുറച്ച് സമയമേ ഉള്ളൂ, അതിനകത്ത് തന്നെ നമ്മൾ എന്തിനാണ് വന്നതെന്നുള്ളതൊക്കെ ഉദ്ദേശം നിനക്ക് മനസ്സിലാവും ഗോവർദ്ധന. നീ എന്തായാലും സമാധാനപ്പെടും. നമ്മൾ നമ്മുടെ കുപ്പിയിലെ ഭൂതത്തെ തേടി നിധി തേടി പോകും പോലെ ഭൂതത്തെ തേടിയുള്ള യാത്രയല്ലേ, കുറച്ച് സസ്പെൻസൊക്കെ വേണ്ടടോ ഗോവർദ്ധന എന്നൊക്കെ പറഞ്ഞു. താൻ എൻ്റെ ഒപ്പം ഒന്ന് നിന്നാൽ മതി എന്നും പറഞ്ഞു കേട്ടോ. അങ്ങനെ കാര്യങ്ങളൊക്കെ അവർ സംസാരിച്ചുകൊണ്ട് പോവാണ്. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ രേവതി കുട്ടി അലീന ഇരിക്കുന്നിടത്ത് ചെല്ലണം. അപ്പോൾ അലീനയുടെ മുഖത്തിനൊക്കെ ഒരു മാറ്റം. അപ്പോൾ അലീന കാര്യങ്ങളൊക്കെ പറയുകയാണ്, ഇങ്ങനെ അച്ഛൻ പോയിക്കണേ, എന്തിനാണെന്നറിയില്ല, എന്തായാലും എന്നെ സേഫായിട്ട് എവിടെ ആക്കാനായിട്ടുള്ള ശ്രമമാണ്. ആണോ, അതിന് നീലഗിരിയിലൊക്കെ എന്തിനാണ് പോയത്? അത് വല്യച്ഛനെ കാണാൻ വേണ്ടിയിട്ടാണ്, എന്തെങ്കിലുമൊക്കെ വിവരങ്ങൾ അറിയാനോ മറ്റുമൊക്കെ ആയിരിക്കും എന്ന് കരുതി ആയിരിക്കും അച്ഛൻ അങ്ങോട്ട് പോയത്. അപ്പോൾ അലീനയുടെ മനസ്സിലുണ്ടായിരുന്നു സ്റ്റാൻലി എന്ന് പറയുന്ന തൻ്റെ അച്ഛനെ തേടിയുള്ള യാത്രയാണെന്ന്. പക്ഷേ രേവതി കുട്ടിയുടെ അടുത്ത് അതൊന്നും പറയാൻ അലീന നിന്നില്ല കേട്ടോ. അതൊക്കെ മനസ്സിൽ തന്നെ ഒതുക്കി. അങ്ങനെ വളരെ സസ്പെൻസ് ആയിട്ടുള്ള എപ്പിസോഡുകളാണ് ഇനി അങ്ങോട്ട് വരാനിരിക്കുന്നത്. എന്തായാലും നാളത്തെ ഏകദേശം ഒരു ഇൻട്രോ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കേൾക്കുക, സ്കിപ്പ് അടിക്കാണ്ട് കേൾക്കാനായിട്ട് ശ്രമിക്കണം. ലൈക്കും ഹൈപ്പും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.